ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു AlphaBeard. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു മോസ്റ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. ഈ ഒരു ചാനൽ മാത്രമല്ല, ഏതൊരു ബിയർഡ് ഗ്രൂമിങ് സെഷൻ ആണെങ്കിലും ഇങ്ങനെയുള്ള ചാനൽസിൽ കമൻസിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചോദ്യമാണ്, താടി ഇപ്പോൾ ഒരു ബിയർഡ് ഓയിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പ് താടി പഠിക്കണോ, മിനോക്സിഡിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പ് താടി പഠിക്കണോ, താടി പഠിച്ചു കഴിഞ്ഞാൽ താടി കൂടുതൽ വളരില്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. സോ ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു മിത്ത് മാത്രമാണ്. അപ്പോൾ ഈ ഒരു മിത്ത് കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഞാൻ കൂടുതൽ വിശദീകരിച്ചു തരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഇപ്പോൾ നമ്മൾ താടി ഇപ്പം വടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ട്രിമ്മി ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നോർമലി നേരെ ഇരിക്കുന്ന ഇതുപോലെ ഇരിക്കുന്ന ഒരു ഹെയറിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷൻ, ആ ഒരു പോർഷൻ നമ്മളിങ്ങനെ ചരിച്ച് സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോർമലി തന്നെ നമ്മൾ ഷേവ് ചെയ്യുമ്പോഴാണെങ്കിലും ട്രിം ചെയ്യുമ്പോഴാണെങ്കിലും ഇതാണ് സംഭവിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ സർഫസ് ഏരിയ പുറത്ത് കാണാൻ പറ്റുകയും അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇല്യൂഷൻ പോലെ തോന്നിക്കുന്നതാണ് കൂടുതൽ രോമ വളർച്ച അല്ലെങ്കിൽ കൂടുതൽ ഹെയർസ് വളർന്നു എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം നിങ്ങൾക്ക് താടി വളർത്താൻ താല്പര്യമുള്ള ഒരാളാണ്, നിങ്ങൾ ബിയർഡ് ഓയിൽ യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്, മിനോക്സിഡിൽ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എങ്കിൽ ആ ഉള്ളത് എത്രയാണോ അത്രയും വെച്ചുകൊണ്ട് ഒരു 4-5 മാസം അത് യൂസ് ചെയ്യുക. യൂസ് ചെയ്തതിന് ശേഷം മാത്രം ഒന്ന് ട്രിം ചെയ്യുക, ഒരു 5 or 3 ഇട്ട് ട്രിം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം വ്യത്യാസം ഈ ഒരു സാധനം യൂസ് ചെയ്തുകൊണ്ട് ബെനിഫിറ്റ് എത്രത്തോളം ഉണ്ടായെന്നുള്ളത്. പിന്നെ എപ്പോഴും ട്രിം ചെയ്യുകയും ഷേവ് ചെയ്യുന്നതുമാണ് നമ്മളുടെ മുഖത്തിന് നല്ലത്, നമ്മളുടെ ഫേസിന് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് നല്ലത് എന്നൊക്കെ പറയുന്ന കുറേ പേരുണ്ട്. നമുക്കറിയാം, ഇപ്പം നമ്മൾ ഒരുപാട് പേര് ഉപദേശിക്കാറുണ്ട്, താടി ഷേവ് അയ്യേ ഇതെന്താണ് കോലം, താടി വളർത്തിയിട്ടേക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കാര്യമാക്കണ്ട. കാരണം അവർക്ക് ഇതിൻ്റെ അകത്ത് അറിഞ്ഞൂടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയും. കാരണം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബിയർഡ് ഓയിൽ അല്ലെങ്കിൽ ഈവൻ ഒരു താടി വളർത്തുന്നത് കൊണ്ട് തന്നെ ഒരുപാടധികം യു വി റൈസ് കാര്യങ്ങളിൽ നമ്മൾ പ്രോൺ ആവാതിരിക്കുകയും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബിയർഡ് ഓയിൽ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഏജിങ്, ഇത്രയും പോർഷനിൽ ഒരു സ്കിന്നിൻ്റെ ഏജിങ് കുറയുകയും ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ബിയർഡ് ഓയിൽ യൂസ് ചെയ്യുന്നതും താടി വളർന്നതൊക്കെ നമ്മളുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള കാര്യം കൂടിയാണ്. സോ സെക്കൻഡ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഡെയിലി ഷേവ് ചെയ്യുന്ന ആളാണെങ്കിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്ത് ബ്രേക്ക് ഔട്ട്സും അതുപോലെ തന്നെ ഫോളിക്കിൾസ്, നമ്മളുടെ ഈ ഒരു താടി വളരുന്ന ആ ഒരു ചെറിയ ഫോളിക്കിൾസ് ഉണ്ടല്ലോ, ആ ഫോളിക്കിൾസ് ഡാമേജ് ആവാനും ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ, അത് മാത്രമല്ല, നമ്മളിപ്പോൾ മാസ്ക് യൂസ് ചെയ്യുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം മാസ്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിയാം വിയർക്കും, അല്ലെങ്കിൽ നമ്മളത് ഒരയുന്നുണ്ട് മുഖത്ത്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ അതിനകത്തുള്ള ചെറിയ അണുക്കളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ അതിനകത്തുള്ള പൊടികൾ നമ്മൾ ഡെയിലി ഷേവ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള ചെറിയ ചെറിയ സ്ക്രാച്ചസ് അല്ലെങ്കിൽ പോർസിലോട്ട് ഈ ഒരു കാര്യങ്ങൾ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും കൂടുതലും ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഷേവ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങളെ താടി അധികമായി വളർത്തത്തില്ല. ഉള്ള ഫോളിക്കിൾസിനെ ചിലപ്പോൾ നശിപ്പിച്ച് കളയാനോ അല്ലെങ്കിൽ നിങ്ങളൊരു ഇല്യൂഷൻ തന്ന് പറ്റിക്കാനോ മാത്രമേ അത് ഉപകരിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളെ കൊണ്ട് താടി വളർത്താനാണ് നിങ്ങൾ ആഗ്രഹമെങ്കിൽ താടി വളർത്തിക്കൊണ്ടിരിക്കുക. ട്രിം ചെയ്യുക എന്ന് ഞാൻ പറയുന്നത് ഒരു 9 or 5 or 7 ഒക്കെ ഇട്ട് ഒരു ട്രിമ്മറിനകത്തിട്ട് ട്രിം ചെയ്യുക. ഞാൻ ഈ 9, 5, 7, 3, 1 എന്നൊക്കെ പറയുന്നത് ട്രിമ്മറിൻ്റെ ഓരോ ഇതുകളാണ് കേട്ടോ, ക്ലിപ്പുകളാണ് കേട്ടോ. ആ ഒരു ക്ലിപ്പുകളിട്ട് ട്രിം ചെയ്യുക, ദെൻ വീണ്ടും വളർത്തുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, ബൈ ബൈ.